ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSCയുടെ കീഴിൽ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, AC എന്ന് പറയുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റുകൾ ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അപ്പം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ UPSC CAPFിലേക്കാണ് AC വാക്കൻസി വിളിച്ചിട്ടുള്ളത്. CAPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് AC പോസ്റ്റുകളിലേക്ക്, അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റുകളിലേക്കാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, വാക്കൻസി വിളിച്ചിട്ടുള്ളത്. ടോട്ടലി പറയുകയാണെങ്കിൽ 357 വാക്കൻസി, 357 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. 357 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ ഫോഴ്സിലേക്കാണ്, എത്ര വാക്കൻസി ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ പാരാമിലിറ്ററി ഫോഴ്സിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വാക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ BSFന്, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ 24 പേർക്കും, സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് അതായത് CRPFിലേക്ക് 204 പേർക്കും, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് CISFിലേക്ക് 92 പേരെയും, അതുപോലെ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിലേക്കുള്ള 4 പേരെയും, സശസ്ത്ര സീമാബൽ SSBയിലേക്കുള്ള 33 പേരെയുമാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, ഓൾ ടോട്ടൽ വിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് 357 പേരെയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഏജ് ലിമിറ്റും എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 357 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നെയിം ഓഫ് എക്സാം അറിയാം, CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണ് വിളിക്കുന്നത്. ആനുവലി വിളിക്കുന്ന എക്സാം ആണ്. നാഷണൽ ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. ഓഫ്ലൈൻ മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. നമുക്ക് ഓൺലൈൻ ആയിട്ടല്ല എക്സാം എഴുതാനുള്ള. UPSC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പബ്ലിക് സർവീസ് കമ്മീഷൻ എപ്പോഴും എന്താണ്, റിട്ടേൺ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. എക്സാം സെന്ററിൽ പോയി ഇരുന്ന് ചെയ്യേണ്ട OMR ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ടെസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ആവുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനേ അല്ല, നമുക്ക് റിട്ടേൺ, നമ്മുടെ PSC ഒക്കെ പോലെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും വരുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഓഫ്ലൈൻ ആണ് മോഡ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് കേട്ടോ. നമ്മുടെ എക്സാം സെന്റേഴ്സ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, നമ്മുടെ കൊച്ചി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രധാനപ്പെട്ട സെന്റേഴ്സിലൊക്കെ എന്തായാലും എന്ത് കിട്ടും, നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് കിട്ടുമെന്ന് ആലോചിക്കുക കേട്ടോ. ഇനി അടുത്ത എക്സാം റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജസ് ആണ് ഈ എക്സാമിലേക്ക് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിനേഷൻ. ഫസ്റ്റ് നമ്മൾ റിട്ടേൺ ക്വാളിഫൈ ആവണം. അത് കഴിഞ്ഞ് എന്തുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ് ആവണം. നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഒരു 150 മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ സെഷനും കാണും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. നല്ല സാലറി, 50,000 പ്ലസ് സാലറിയാണ് വരുന്നത്. 1 ലാഖിന് അടുത്ത് നിൽക്കുന്ന സാലറി പാക്കേജ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൂഷ്യൽ സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. ആദ്യം റിട്ടേൺ സ്റ്റേജ് കാണും, പിന്നെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ കാണും, മൂന്നാമതായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കലിൻ്റെ കൂടെ തന്നെ മെഡിക്കലും കാണും, അതിൻ്റെ ഒപ്പം അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവും കാണും കേട്ടോ. അപ്പോൾ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് March 5-നാണ് വന്നിട്ടുള്ളത് കേട്ടോ. March 5-ന് വന്നു. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് March 5 തൊട്ടാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. March 5-ന് സ്റ്റാർട്ട് ചെയ്തു. 25 മാർച്ച് വരെയാണ് നിങ്ങളുടെ ഡേറ്റ് എന്ന് പറയുന്നത്. എത്ര വരെയാണ്? 25 മാർച്ച് വരെ. ഓക്കെ, അപ്പോൾ 5 മാർച്ച് തൊട്ട് 25 മാർച്ച് വരെയാണ് നിങ്ങളുടെ ഡേറ്റ് വരുന്നത്. എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 3 ഓഗസ്റ്റിലേക്കാണ്. 2025 ഓഗസ്റ്റ് 3-ലേക്കാണ് അവർ എക്സാം ഡേറ്റ് ഇപ്പോഴേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾ കൃത്യമായി സിലബസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നോക്കുക കേട്ടോ. അപ്പോൾ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവൈലബിൾ സീറ്റ്സ് നമ്മൾ പറഞ്ഞു, 357 സീറ്റ്സ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ജോബ് ലൊക്കേഷൻ എവിടെ ആയിരിക്കും, ഇന്ത്യയുടെ ഏതെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണോ കിട്ടുന്നത്, നിങ്ങൾക്ക് BSFലാണോ CISF ആണോ, ഇങ്ങനെ ഏത് സ്ഥലത്താണോ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ജോബ് പോസ്റ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒഫീഷ്യൽ വെബ്സൈറ്റ്, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ upsc.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. upsc.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ആരൊക്കെയാണ് ഇതിനേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഏജ് ലിമിറ്റ്, ഏജ് അനുസരിച്ച് ആരൊക്കെയാണ് ക്വാളിഫൈ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ ഉള്ളവരെയാണ് ഇതിലേക്ക് ക്ഷണിക്കുന്നത്. ആരെയാണ്? 20 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ. അതായത് 1 ഓഗസ്റ്റ് 2025, ഓഗസ്റ്റ് 1, 2025 നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 20-നും 25-നും ഇടയിലായിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാത്തിലും വരുന്ന പോലെ തന്നെ റിസർവേഷൻ ഉണ്ട്. കാസ്റ്റ് റിസർവേഷൻ, SC STക്ക് ആണെങ്കിൽ 5 ഇയേഴ്സിൻ്റെ റിസർവേഷൻ ഉണ്ട്.
അപ്പോൾ എത്രയുണ്ട് 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷൻ, അതുകൊണ്ട് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഇത് ഇവിടെ പറയുന്നുണ്ട്. എക്സ് സർവീസ് മാനും ആണെങ്കിൽ എത്ര വയസ്സ് വരെ 30 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റാണ് വന്നിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇനി ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് 5-നാണ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 23 മാർച്ചാണ് കേട്ടോ. ഓക്കെ, 23 മാർച്ച് വരെയാണ്. CAPF AC അഡ്മിറ്റ് കാർഡ് വരുന്നത് ജൂലൈ 2025 എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 3-നായിരിക്കും കേട്ടോ. ഓഗസ്റ്റ് 3-നായിരിക്കും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഓഗസ്റ്റ് 3-നാണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. 25 മാർച്ചാണ് കേട്ടോ. ഇവിടെ 25 മാർച്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് താഴെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിക്കോളാം. 5 മാർച്ച് ഏകദേശം 23 വരെ ഒന്നും എത്താണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ, അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ. റിട്ടേൺ വരുന്നത് ഓഗസ്റ്റ് 3-നാണ്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് എല്ലാവരും പേ ചെയ്യേണ്ടത് 200 രൂപയാണ്. ആരൊക്കെ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിലിന് പൈസ ഇല്ല. SC ST കാൻഡിഡേറ്റ്സിനൊന്നും എന്ത് കൊടുക്കണ്ട, ഫീസ് കൊടുക്കണ്ട. ഫീമെയിൽ SC ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. ബാക്കി എല്ലാ ജനറൽ OBC കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും എന്താണ് 200 രൂപയാണ് വരുന്നത് കേട്ടോ. ജനറൽ OBC EWS കാറ്റഗറിക്ക് എല്ലാവർക്കും 200 രൂപയാണ്. ഫീമെയിലിനും SC STക്ക് മാത്രം ഫീസ് ഇല്ല എന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത UPSCയുടെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. അതെങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് പേപ്പറും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഉണ്ട്. 2 പേപ്പറാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ് പേപ്പറും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ്. ഒബ്ജക്റ്റീവ് രാവിലെ തൊട്ട് ഉച്ച വരെ ആയിരിക്കും, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നത് കേട്ടോ. ഒരു ദിവസം തന്നെയായിരിക്കും നടത്തുന്നത്. അത് കഴിഞ്ഞ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് മെഡിക്കൽ, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. നിങ്ങളുടെ ഇന്റർവ്യൂ റൗണ്ട് എന്ന് പറയും. നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യത്തിനോട് നേരിടുന്നത് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു അവയർനെസ് ടെസ്റ്റ് ആയിട്ടാണ് അത് നടത്തുന്നത് കേട്ടോ. പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ. 2 മോഡൽ, അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കൊണ്ട് ഡിസ്ക്രിപ്റ്റീവ്. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. അതേതാണ്? ജനറൽ എബിലിറ്റി ആൻഡ് ഇന്റലിജൻസിനാണ് ആ പേപ്പർ 1 പറയുന്നത് കേട്ടോ. ഈ പേപ്പർ 1 പറയുന്നത് പേപ്പർ 1 രാവിലെ 10 to 12 ആ ഒരു ടൈമിംഗ് ആയിരിക്കും വരുന്നത് കേട്ടോ. 10 to 12 എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 AM to 12 noon വരെയാണ് രാവിലത്തെ ടെസ്റ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് തന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ട് 5 മണി വരെ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. അതായത് റിട്ടേൺ നിങ്ങൾക്ക് ഒരു പാസേജ് തരും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു കണ്ടന്റ് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് essay റൈറ്റിംഗ് ചെയ്യാനോ ഇമെയിൽ റൈറ്റിംഗ് ചെയ്യാനോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് essay ആയിട്ടുള്ള ജനറൽ സ്റ്റഡീസ്, നിങ്ങൾക്ക് നോർമൽ കാര്യങ്ങൾ എഴുതാൻ അറിയാമോ, നിങ്ങൾ എത്രത്തോളം ലാംഗ്വേജിൽ എത്രത്തോളം എന്താണ് എൻഹാൻസ്ഡ് ആണെന്നുള്ളൊരു കാര്യം തെളിയിക്കുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളായിരിക്കും അതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, OMR ബേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. രണ്ടാമത്തെ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ലെവൽ, നിങ്ങൾ എഴുതി ഫലിപ്പിക്കേണ്ട കുറേ കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കാൻഡിഡേറ്റ്സ് ടു അച്ചീവ് ദ മിനിമം ക്വാളിഫയിങ് മാർക്സ് ഇൻ UPSC CAP പേപ്പർ 1. ഈ പേപ്പർ 1 നിങ്ങൾ ക്വാളിഫൈ ആവണം. ഇത്ര മാർക്കിന് നിങ്ങൾ ക്വാളിഫൈ ആവണമെന്നുണ്ട്. ആ ക്വാളിഫയിങ് നേച്ചർ ആയി കഴിഞ്ഞാൽ മാത്രമേ, അതിൽ ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങളുടെ സെക്കൻഡ് പേപ്പർ അവർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. പേപ്പർ 2 വിൽ ബി കൺസിഡർഡ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പേപ്പർ 1 പേപ്പർ 2-ലാണെങ്കിൽ പേപ്പർ 1-ന് 125 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ എത്രയാണ്? 250 മാർക്ക് എന്ന രീതിയിൽ 2 മണിക്കൂർ സമയമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പേപ്പർ 1 ആണെങ്കിൽ പേപ്പർ 1 നമുക്ക് ക്വാളിഫയിങ് ആണ്. 125 ക്വസ്റ്റ്യൻ കാണും, 250 മാർക്ക് കാണും, അതിൽ 2 മണിക്കൂർ ഉണ്ടാവും. അതിൽ ഇത്ര മാർക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ മേടിക്കേണ്ട ആവശ്യം വരും കേട്ടോ. കട്ട് ഓഫ് അനുസരിച്ച് ഇത്ര മാർക്ക് മേടിക്കണമെന്നുണ്ട്. അങ്ങനെ മേടിച്ചാൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ 2 ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. 6 ക്വസ്റ്റ്യൻസ് കാണും. അതായത് essay റൈറ്റിങ്ങോ ഇമെയിലോ പ്രസസ് റൈറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും റൈറ്റപ്സ് ചെയ്യാൻ വേണ്ടി ആയിട്ടുള്ളതായിരിക്കും. 6 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അതിന് എത്ര മണിക്കൂർ ഉണ്ടായിരിക്കും? നിങ്ങൾക്ക് 3 മണിക്കൂറിൽ നിങ്ങൾ കൃത്യമായിട്ട് നല്ല എവിഡൻഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എഴുതി കാണിക്കേണ്ട കുറേ ആവശ്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജസ് വരുന്നത്, റിട്ടേൺ എക്സാമിൻ്റെ സ്റ്റേജ്. ഇതാണ് ഓഗസ്റ്റ് 3-ന് വരാൻ പോകുന്നതെന്ന് ആലോചിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്താണ്? ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റിൽ ക്വാളിഫൈ ആവുന്നവരെല്ലാവരും എന്താണ്? സെക്കൻഡ് സ്റ്റേജ് ആയ ഫിസിക്കലിലാണ് എത്തുന്നത്.
ഫിസിക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 165, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 ആണ്. ഇത്രയാണ് മിനിമം സ്റ്റാൻഡേർഡ് പറയുന്നത്. ഹൈറ്റ് എങ്ങനെയാണ്? മെയിൽ കാൻഡിഡേറ്റ്സിന് 165, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 ആണ്. ചെസ്റ്റ് 81 സെന്റിമീറ്റർ വരെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. 81 ഉണ്ടാവണം, 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം. മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോയാണ് കേട്ടോ. 50 കിലോ മിനിമം വെയിറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഫീമെയിൽസിനാണെങ്കിൽ 157 സെന്റിമീറ്റർ പൊക്കവും 46 കിലോ വണ്ണവുമാണ് പറയുന്നത്, വെയിറ്റുമാണ് പറയുന്നത് കേട്ടോ. 46 ബേസിക്കലി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഫിസിക്കൽ ഇവൻറ്റ്സ്. ആദ്യം നിങ്ങളുടെ മെഷർമെന്റ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഹൈറ്റും വെയിറ്റും ക്വാളിഫൈ ആയാൽ മാത്രമേ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള എന്തിലേക്ക്? ഫിസിക്കൽ ടെസ്റ്റിലേക്ക് നിങ്ങളെ കടത്തി വിടുള്ളൂ. ആദ്യം ഫിസിക്കൽ മെഷർമെന്റ് ആണ്, അത് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ്. അതിലെന്താണ്? 100 മീറ്റർ റേസ് ആണ്. 16 സെക്കൻഡ് കൊണ്ട് മെയിൽസ് കംപ്ലീറ്റ് ചെയ്യണം. അതേസമയം ഫീമെയിൽസ് 18 സെക്കൻഡ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. മെയിലിനും ഫീമെയിലിനും ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. 100 മീറ്റർ റേസ് 16 സെക്കൻഡിലും ഫീമെയിൽസിന് 18 സെക്കൻഡിലും. 800 മീറ്റർ റേസ് ഉണ്ട്. അത് എത്രയാണ്? 3 മിനിറ്റ് 45 സെക്കൻഡാണ് മെയിൽസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫീമെയിൽസ് ആണെങ്കിൽ 4 മിനിറ്റ് 45 സെക്കൻഡ്. ഓക്കെ, 3 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് മെൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫീമെയിൽ എന്താണ്? 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടാണ് 800 മീറ്റർ 4 റൗണ്ട് ഓടിയെത്തേണ്ടത് കേട്ടോ. ഇനി അടുത്ത ലോങ് ജമ്പ് ആണെങ്കിൽ 3.5 മീറ്റർ എങ്കിലും നിങ്ങൾ ചാടണം. 3 ചാൻസ് തരും, അതിൽ 3.5 മീറ്റർ ഏതെങ്കിലും ഒരു ടൈമെങ്കിലും ചാടണം. ഇനി അടുത്ത് ഗേൾസ് ആണെങ്കിൽ 3 മീറ്റർ ആണ് പറയുന്നത്. ലോങ് ജമ്പിൽ 3.5 മീറ്റർ മെയിൽസിനും 3 മീറ്റർ ഫീമെയിൽസിനുമാണ്. അത് കഴിഞ്ഞ് ഷോർട്ട് പുട്ട് ആണ്. അതെന്താണ്? മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് പറയുന്നത്. എത്രയാണ്? 7.26 കിലോ 4.5 മീറ്റർ വരെയെങ്കിലും എറിയണം എന്നുള്ളൊരു കണ്ടീഷൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് കേട്ടോ. ഫിസിക്കൽ ടെസ്റ്റിൽ ഷോർട്ട് പുട്ട് എങ്ങനെയാണ്? 7.26 കിലോഗ്രാം 4.5 മീറ്റർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് എന്താണ്? മെഡിക്കൽ ടെസ്റ്റ് ആണ്. അതെന്താണ്? ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വിഷൻ ആണെങ്കിൽ 6/6 6/9 ആണ്. ബെറ്റർ ആയി കറക്റ്റഡ് വിഷൻ എന്ന് പറഞ്ഞാൽ 6/6 അല്ലെങ്കിൽ 6/9 ആണ്. കണ്ണാടി ഉപയോഗിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട് കേട്ടോ. കണ്ണാടി ഉപയോഗിച്ചാലും നിൽക്കുക. കറക്റ്റഡ് വിഷൻ എങ്ങനെയായിരിക്കണം? 6/6 അല്ലെങ്കിൽ 6/9 ആയിരിക്കണം. വേർഡ്സ് ഐയിൽ എന്താണ് കറക്റ്റഡ് വിഷൻ എന്ന് പറഞ്ഞാൽ 6/12 അല്ലെങ്കിൽ 6/9 ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിയർ വിഷനിലും അങ്ങനെയാണ്. N6 അല്ലെങ്കിൽ N9 ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ബെറ്റർ വിഷൻ, അത്യാവശ്യം നല്ല കണ്ണിൻ്റെ വിഷൻ അക്യൂറ്റി ടെസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വിഷൻ പവർ കൃത്യമായിരുന്ന അവർ ഓട്ടോമാറ്റിക്കലി മെഡിക്കലി നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ഇൻ്റർവ്യൂ റൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ 150 മാർക്കിനാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇതെല്ലാം ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? എന്താ പറഞ്ഞാൽ AC അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പം ഇതിലേക്ക് പോകണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ upsc.gov.in upsc.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. അതിൽ എന്ത് ചെയ്യുക? CAPF AC 2025 റിക്രൂട്ട്മെന്റ് ടാബ് അവിടെ തന്നെ കാണും, ഹോം പേജിൽ തന്നെ കാണും. അതിലൊന്ന് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1 ടൈം രജിസ്ട്രേഷൻ. ആദ്യമായിട്ടാണ് UPSCയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫിൽ ഔട്ട് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. അതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നെസസറി ആയിട്ടുള്ള ഡോക്യുമെന്റ്സും ആപ്ലിക്കേഷൻ ഫീ ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ബിഫോർ മാർച്ച് 25 കേട്ടോ. മാർച്ച് 25. അപ്പോൾ ഇവിടെ ഉണ്ട് മാർച്ച് 25 കേട്ടോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. മാർച്ച് 25 മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അയക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ PDF നമ്മൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുക. നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിലും നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് ഷെയർ ചെയ്തിരിക്കുക. അതിൽ കയറി നോക്കിയാലും മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ്. പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Thank you.